ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട അന്ന് മുതൽ എനിക്ക് തോന്നുന്നു സലീമേട്ട നമ്മൾ മാസത്തിൽ ഒരു 2 തവണയെങ്കിലും വിളിക്കാറുണ്ട്. സലീമേട്ടൻ എന്നെ ഓർത്ത് വിളിക്കും, ഞാനും വിളിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ യമണ്ടൻ്റെ ഒക്കെ സെറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ വന്ന് സലീമേട്ടനെ ഷോട്ടിന് വിളിക്കും. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടിച്ചോളൂ അസിസ്റ്റന്റ് ഡയറക്ടറിനെ. അപ്പോൾ അവർ വന്നിട്ട് ചേട്ടാ വന്നില്ല കേട്ടോ ഒന്ന് വിളിക്കുന്നു പറയുമ്പോൾ എന്നെ കാണുമ്പോൾ എന്താണോ ഒന്ന് വരാമെന്ന് പറഞ്ഞ് കിണിങ്ങിക്കൊണ്ട് വരികയും ചെയ്യും. അങ്ങനെ ഒരു സ്നേഹം പണ്ട് തുടങ്ങി സലീമേട്ടനുണ്ട്. എന്താണ് ശരിക്കും സലീമേട്ടൻ? അത് അങ്ങനെ അത് ജന്മം കൊണ്ട് കായ്പോണാണ് അങ്ങനെ. അത് ഓരോരോ ചില ആളുകളോടുള്ള അല്ലേ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നടക്കുന്നതല്ല അത്. അപ്പോൾ നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോ നോട്ട് കെട്ടുകളൊന്നും കിട്ടാൻ പോകില്ല. അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ നാദിർഷ ഉണ്ട്, നാദിർഷ അനിയനുണ്ട് സമത്. ഈ സമതിനെ എപ്പോഴും വിളിക്കുക, നാദിർഷനെ വിളിക്കാറില്ല ഞാൻ. പറയാറുണ്ട്, ഞാൻ വിളിക്കാറുണ്ട്. നാദിർഷനെ ഞാൻ വിളിക്കാറില്ല. എല്ലാ അത്യാവശ്യത്തിന് വിളിച്ച് തമാശയൊക്കെ പറയാൻ വിളിക്കണം ഞാൻ സമതിനെ വിളിക്കണം. അതെ അതെ, നമ്മള് ബുദ്ധിപരമായ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ? കാരണം ഈ സ്ക്രിപ്റ്റിൽ ഇരിക്കുന്നവരാണല്ലോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. സലീമേട്ടൻ ഒരു സജഷൻ പറയുന്നുണ്ടെങ്കിൽ അത് യുക്തിപരമായിരിക്കും, ഔചിത്യപരമായിരിക്കും. ഒരിക്കലും ലൂസ് ടോക്ക് ഉണ്ടാവാറില്ല, ലൂസായിട്ടുള്ള ഒരു സജഷൻ പറയാറില്ല. അത് സത്യമാണ്. ഞാൻ വെറുതെ നമ്മുടെ സിനിമയിൽ നമ്മ പറയുന്നത് കാര്യമായിരിക്കണം. കാരണം നമ്മളിപ്പോ ഫ്രഷ് ആയിട്ടൊക്കെ ചെന്ന് കയറിക്കൊണ്ട് ഇതെല്ലാം കൂടി എടുത്ത് നിൽക്കാന്ന് കയറുന്നത്. കാരണം ഇവരെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റാണ്, അറിയാം. അപ്പൊ അവര് പറയുന്ന എനിക്കുള്ള കാര്യമില്ല. അപ്പൊ നമ്മൾ വിവരക്കേട് പറയാതിരിക്കാന്നുള്ള ഏറ്റവും വലുത്. വിവരം പറയുന്നത് ഇതിലൊക്കെ നല്ല വിവരക്കേട് പറയാതിരുന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് കയറ്റി വെക്കാനുള്ള അതിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സലീമേണ്ട ഒരു പീസ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ നന്നായിട്ട് ഇവിടെ ഇത് നന്നാവണ്ട, ഇത് നന്നായിട്ട് ഈ ലോകം നന്നാവണ്ട, ഈ പാകിസ്ഥാൻ അത് മര്യാദക്ക് പറഞ്ഞു ഞാൻ. മനസ്സിലായി. ഇപ്പൊ എന്തായാലും ബിബിൻ ഇരിക്കുന്നോണ്ടൊരു സുഹൃത്തിനെ ഞാൻ ഇപ്പൊ പെട്ടെന്ന് വീഡിയോ കോളിൽ കൊണ്ടുവരാൻ പോവാണ്. സലീമേണ്ട ഒരു ചോദ്യം ചോദിക്കാനും ഉണ്ട് ആൾക്ക്. ഓക്കെ, വരട്ടെ ബിബിന്റെ. ഞാൻ വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും അതിൽ ഭൂരിഭാഗം സിനിമകളിലും സലീമേട്ടന്റെ കൂടെ അഭിനയിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. എൻ്റെ ആദ്യ സിനിമയായ എൻ്റെ വീട് അപ്പൂൻ്റെ മുതൽ, രാപ്പകൽ, മായാവി, ഇതിലൊക്കെ ഒരു തഗ് പാർട്ട്ണറായിട്ട് ചെറിയ ചെറിയ സീനുകളിൽ അഭിനയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ട് എഴുതിയ തിരക്കഥ അമർ അക്ബർ അന്തോണിയിൽ സലീമേട്ടനെ വെച്ചിട്ടാണ് ഞങ്ങൾ അതിലൊരു ഹ്യൂമർ ട്രാക്ക് എഴുതിയിരുന്നത്. പക്ഷേ അന്നത്തെ ഒരു ആരോഗ്യസ്ഥിതി വെച്ച് സലീമേട്ടനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ സ്വിച്ച് ഓണൊക്കെ ചെയ്തു തന്നത് സലീമേട്ടനായിരുന്നു. അതിനുശേഷം കട്ടപ്പനയിൽ ഋതിക് റോഷൻ, യമണ്ടൻ പ്രേമകഥ, എന്തിന് ഈ അടുത്ത് ഇടിയൻ ചന്തൂല് വരെ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. സലീമേട്ടനൊരു റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു ആക്ടറാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, സലീമേട്ടൻ്റെ എഴുത്തുകാരനെ അധികം ആരും അങ്ങോട്ട് ശ്രദ്ധിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സലീമേട്ടൻ എഴുതിയ തിരക്കഥ എന്ന് പറയുന്നത് കറുത്ത ജൂതൻ എന്ന് പറയുന്ന സിനിമയുടെ ആയിരുന്നു. സലീമേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ തിരക്കഥയാണ്. അപ്പോൾ ഇനി ഒരു തിരക്കഥ സലീമേട്ടൻ്റെ അടുത്ത് തന്നെ എഴുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പഴയ തഗ് പാർട്ട്ണറായ എന്നെ അതിൽ ഉൾപ്പെടുത്തുമോ എന്നൊക്കെയാണ് എനിക്ക് കൊല്ലാനുള്ള പരിപാടി തന്നെ. പറയട്ടെ, ഇനി സ്ക്രിപ്റ്റിൽ എന്താണ് ഇരിക്കുന്നതെന്നാണ് വിഷ്ണു. നല്ലൊരു സബ്ജക്റ്റ് വരെയാണെങ്കിൽ ഞാൻ ഇരിക്കും, നല്ലൊരു ത്രെഡ് വരെയാണെങ്കിൽ, നല്ലൊരു ആശയം വരെയാണെങ്കിൽ ചെയ്യണം. ആണ്. എന്നാ ഈ 2 പയ്യന്മാരെ പറ്റി എന്താണ് പറയാനുള്ളത്? വിഷ്ണുവിനെ വിടാ. വിപിൻ എന്ന് വെച്ചാല് വിഷ്ണുവിനെ വളരെ ചെറുപ്പം, അവന്റെ ചെറുപ്പം, എന്റെ ചെറുപ്പമൊന്നുമില്ല, അവന്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഏതാണ് മായാവില്ല പടം. എന്റെ വീടപ്പൂന്റെ ജയിലിലാണ്, മായാവിലാണ്. ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട് ഒരു തന്നെ ഇറങ്ങി പാടാ പോടാ ഞാൻ തിരിച്ചു ചെയ്ത് ഇവന്റെ ഈ പ്രസന്റേഷൻ കണ്ടിട്ട് രാപ്പകലിലൊക്കെ ഒരു ഓക്കെ അവൻ ആ വേഷം ചെയ്യുന്ന. ഈ മായാവി ഞാൻ ഇപ്പോഴും കണ്ടിരിക്കും ഞാൻ ഇവന്റെ പെർഫോമൻസ്. പിന്നെ എൻ്റെ വീട് പൂവിൻ്റെയും മുങ്ങാച്ചേട്ടനൊക്കെ പറഞ്ഞ എൻ്റെ കുറേ കിടക്കണ പയ്യനായിട്ട്. പിന്നെ വിപിൻ എന്ന് വെച്ചാൽ നമുക്കൊക്കെ പ്രചോദനമാണ്, ഒരുപാട് പേർക്കൊരു പ്രചോദനമാണ്. അവൻ്റെ ഈ വളർച്ച എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അത് ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെ വരുള്ളൂ. അത് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടാവും അതിനകത്ത്. തീർച്ചയായിട്ടും. അപ്പൊ ഇത് 2 സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊന്ന് സലീമേട്ടൻ വീഡിയോ കോളിലേക്ക് ഒന്ന് നോക്കാവോ? നീ ആരടാ എന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ.
ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. പോയി തരത്തി പോയി ഭയങ്കര ടൈമിങ്, ഭയങ്കര അസാധ്യ പ്രകടനം. ഇതുപോലെ ഞാൻ പറഞ്ഞത് സെറ്റിൽ ഇങ്ങനെ ചിരിച്ചു പോയ ഏതെങ്കിലും പെർഫോമൻസ് ഉണ്ടോ സലീമേട്ട? കാരണം ഒരുപാടുണ്ട്. ഒരെണ്ണം പറയാനായിട്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പറയാ എന്തായാലും ഒരുപാടുണ്ട്. ഇപ്പൊ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവം വന്നപ്പോൾ ഞാൻ ഇത് ഓർത്തത്. ആ ആ എന്നാലും ഇന്നസെന്റ് സാറുമായിട്ടോ ആരും ഒരുപാട് ചേട്ടനെക്കാട്ട് ഒരുപാടുണ്ടെന്നേ. എന്റെ ചേട്ടനെക്കാട്ട് ഒരുപാട്. ഈ ഏറ്റവും കൂടുതലേ നമ്മൾ എഴുതുന്ന സമയത്ത് ഗുണം കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സലീമേട്ട സത്യം പറയാലോ, ഒരു ക്യാരക്ടർ ഇപ്പൊ സലീമേട്ടനെ കണ്ടിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നമുക്കത് റെൻഡർ ചെയ്യാൻ പറ്റും. അത് എവിടെയാണോ കുറിക്ക് കൊള്ളേണ്ടത് അത് കൊള്ളുകയും ചെയ്യും. അതൊരു വലിയ അല്ല, അതങ്ങനെയാണ്. എന്നാലും വിപിൻ, ഞാൻ പറഞ്ഞു നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ആരാധകനുണ്ട് സലീമേട്ടനോട്. ഈ കോമിക് റോൾസ് അത്രയും ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. ഏറ്റവും വേഴ്സറ്റൈൽ കൊമേഡിയൻ കൂടിയാണ്. ഏറ്റവും വിപിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുറേ ഉണ്ടെന്നറിയാം, എന്നാൽ ഒരെണ്ണം പറയാൻ പറഞ്ഞാൽ ഏതെടുത്ത് പറയും? എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത് മായാവിയിലെ സ്രാങ്ക് തന്നെയാണ്. അതായത് നമ്മൾക്ക് ബഹുമാനം, അതായത് നമ്മൾ തിയേറ്ററിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പൊളിക്കുകയാണല്ലോ എന്ന് പറയില്ലേ, നിന്ന് പൊളിച്ചിട്ട് എന്താ പരിപാടി എന്ന് തോന്നുന്ന പ്രകടനം അതാണ്. പിന്നെ ചെറിയ സീനാണെങ്കിലും നരനില്ലേ, നരൻ എന്ന് പറഞ്ഞ സിനിമയില് എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് മറ്റേ വഞ്ചിയിൽ തിരിച്ചു പോവാണ്. അതായത് ലാലേട്ടനെ തല്ലാനുള്ള കൊട്ടേഷൻ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ഇവർ തല്ലി നടപടി ആവാണ്ട് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ചേട്ടനൊരു പേടിയുണ്ട് വഞ്ചി മുങ്ങുമെന്ന്. അപ്പൊ പൈസ തരുന്നുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞേ ചില്ലറയാണെങ്കിൽ നല്ല, അത് ചില്ലറയാണെങ്കിൽ നല്ലതാണ് ഉദ്ദേശിച്ചത്, നോട്ടാണെങ്കിൽ നനഞ്ഞു പോവല്ലോ. അതാണ് കുഞ്ഞു സാധനം, പക്ഷെ അത് എന്ത് രസമുള്ള. നാഷണൽ അവാർഡൊക്കെ നേടി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് സലീമേട്ടനോട്. ഈ മൊമെന്റിൽ ബിബിനോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് റിക്വസ്റ്റ് ചെയ്യും? വീണ്ടും വളരെ ശക്തമായിട്ട് തിരിച്ച് സിനിമയിൽ സജീവമായിട്ട് വീണ്ടും സിനിമകൾ ചെയ്യണം എന്നുള്ളത് തന്നെ. കാരണം ഞങ്ങൾക്ക് എന്തൊരു എളുപ്പമാണെന്നോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് എപ്പോഴും സലീമേട്ടനോട് വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാണ്. പിന്നെ ലോകത്ത് എനിക്ക് തോന്നുന്നത് സലീമേട്ടൻ ദൈവം പറഞ്ഞാലും കേൾക്കാത്ത ആളാണ് സലീമേട്ടൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാവർക്കും അറിയാം അല്ലേ സലീമേട്ടൻ? അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞ ആരെങ്കിലും പറഞ്ഞ കേക്കോ സലീമേട്ടൻ? ചേച്ചിയോ? ഞാൻ പറഞ്ഞു അതാണ്. ഓക്കെ, അതാണ് എനിക്ക് ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കാൻ ഇഷ്ടം. ഇങ്ങനെയൊക്കെ ഇരിക്കാനായിട്ട് അസുഖം പിടിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇഷ്ടമല്ല എന്തോന്നേട്ടാ അസുഖം പിടിച്ചു കൊടുക്കാനോ? ആ, എനിക്ക് താല്പര്യമില്ല അസുഖം പിടിച്ച് കിടക്കാനൊന്നും. അതാണ് ചെയ്തോണ്ടിരിക്കണത്, മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് അസുഖം പിടിച്ച് വീട്ടിലിരിക്കാനൊന്നും ഒരു താല്പര്യമില്ല. സിനിമ അഭിനയിക്കാൻ തന്നെയാണ്. അതെ, പക്ഷെ ചെയ്തോണ്ടിരിക്കണ മറ്റതാണ്. ഏത് അസുഖം പിടിച്ച് കിടക്കല്.